പ്രതിമാസം 250 യൂണിറ്റിന് മുകളിലാണ് നിങ്ങളുടെ ഉപയോഗമെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ 2024 ഡിസംബർ 5 ഇറങ്ങിയിട്ടുള്ള പുതിയ ഓർഡർ പ്രകാരം പ്രതിമാസ ഉപയോഗം 250 യൂണിറ്റിന് മുകളിൽ ആണെങ്കിൽ നോർമൽ പീരീഡ് അഥവാ രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെയുള്ള ഉപയോഗത്തിന് നോർമൽ താരിഫിൻ്റെ 90% മാത്രമേ ചാർജ് ഈടാക്കുന്നുള്ളൂ. എന്നാൽ പീക്ക് പീരീഡിൽ അതായത് വൈകിട്ട് 6 മണി മുതൽ രാത്രി 10 മണി വരെയുള്ള ഉപയോഗത്തിന് 125%, അതായത് നോർമൽ താരിഫിൻ്റെ 125% ചാർജ് ഈടാക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഓഫ് പീക്ക് പീരീഡായ രാത്രി 10 മണി മുതൽ രാവിലെ 6 മണി വരെയുള്ള ഉപയോഗത്തിന് നോർമൽ ചാർജ് തന്നെ എടുക്കുന്നത്, അഥവാ 100%. എത്രയാണോ ചാർജ് ഇപ്പോൾ നിലവിലുള്ളത് ആ ചാർജ് തന്നെ ഈടാക്കുന്നതാണ്. ഇനി നിങ്ങളുടെ പ്രതിമാസ ഉപയോഗം 250 യൂണിറ്റിൽ നിന്നും താഴെ വരികയാണെങ്കിൽ നിങ്ങളെ TOD ബില്ലിങ്ങിൽ നിന്നും സാധാ ബില്ലിങ്ങിലേക്ക് തന്നെ പരിഗണിക്കുന്നതാണ്. TOD റീഡിംഗ് എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അവിടെ പോയി കാണാവുന്നതാണ്. ഇനി നമ്മൾ TOD ബിൽ കാൽക്കുലേഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഉദാഹരണത്തിന് ഒരു സാങ്കല്പികമായിട്ട് കുറച്ച് വാല്യൂസ് നമ്മൾ എടുത്തതാണ്. അതിൽ ആ കൺസ്യൂമർ മൊത്തം ഉപയോഗിച്ച യൂണിറ്റ് എന്ന് പറയുന്നത് 625 ആണ്. അത് ക്യുമുലേറ്റീവിൽ നമുക്ക് കാണാം. ഓരോ സോണിലും ഉപയോഗിച്ചത് അഥവാ T1, T2, T3 അഥവാ ഓഫ് പീക്ക് പീരീഡ്, പീക്ക് പീരീഡ്, അതുപോലെ നോർമൽ ടൈം, ഇതിൽ ഉപയോഗിച്ച റീഡിങ്ങുകളാണ് നമ്മൾ T1, T2, T3യുടെ കൺസപ്ഷനിൽ നമ്മൾ കാണിക്കുന്നത്. അതായത് T1 250 യൂണിറ്റാണ്, അതുപോലെ T2 125 യൂണിറ്റാണ്, T3 എന്ന് പറയുന്നത് 250 യൂണിറ്റാണ്. ഇത് ലഭിക്കുന്നത് കറൻറ്റ് റീഡിങ്ങിൽ നിന്നും പ്രീവിയസ് റീഡിങ് കുറയ്ക്കുന്ന സമയത്താണ് നമുക്ക് കൺസംഷൻ ലഭിക്കുന്നത്. അങ്ങനെയാണ് 3 സോണിലും നമ്മൾ കണ്ടിട്ടുള്ളത്. TOD ബിൽ കാൽക്കുലേഷനിൽ മീറ്റർ റീഡേഴ്സ് ഒരിക്കലും ക്യുമുലേറ്റീവ് റീഡിംഗ് നൽകുന്നില്ല. T1, T2, T3 എന്നീ റീഡിങ്ങുകൾ മാത്രമേ PDA മെഷീനുകളിൽ എൻ്റർ ചെയ്യുന്നുള്ളൂ. ബാക്കി ക്യുമുലേറ്റീവ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ബില്ല് ചെയ്യുന്നത് PDA മെഷീനാണ്. അപ്പോൾ ടോട്ടൽ കൺസംഷൻ എന്ന് പറയുന്നത് 625 യൂണിറ്റാണ്. 625 യൂണിറ്റ് എന്ന് പറയുന്നത് 0 to 350 യൂണിറ്റ്സിന് ഇടയിൽ വരുന്ന ഒരു യൂണിറ്റ് ആയതിനാൽ അതിന് വരുന്ന എനർജി ചാർജ് എന്ന് പറയുന്നത് 7 രൂപ 60 പൈസയാണ്. അപ്പോൾ TOD കാൽക്കുലേഷൻ നമുക്ക് വരുമ്പോൾ നമുക്കറിയാം T1 സോണിൽ 250 യൂണിറ്റാണ് എടുത്തത്. അതിന് നോർമൽ ചാർജിൻ്റെ 0.9 മാത്രമേ എടുക്കുകയുള്ളൂ. അതുപോലെ തന്നെ T2 പീക്ക് സോണിൽ നോർമൽ ചാർജിൻ്റെ 125%, അഥവാ 1.25 കൂടുതലെടുക്കുന്നു. അതുപോലെ T3 സോണിൽ നമുക്ക് നോർമൽ ചാർജ് തന്നെയാണ് വരുന്നത്. അപ്പോൾ 1 വെച്ചാണ് നമ്മൾ ഗുണിക്കുന്നത്. അങ്ങനെ ടോട്ടൽ എനർജി ചാർജ് നമുക്ക് ഇങ്ങനെ കാണാവുന്നതാണ്. ഇതോടൊപ്പം തന്നെ മീറ്റർ റെൻറ്റ്, ഫിക്സഡ് ചാർജ്, അതുപോലെ തന്നെ മന്ത്ലി ഫ്യൂൽ ചാർജ്, എനർജി ഡ്യൂട്ടി ഇവ കൂടി വരുമ്പോഴാണ് പേയബിൾ എമൗണ്ട് എന്ന് പറഞ്ഞ് ബില്ലിൻ്റെ താഴെ നമുക്ക് കാണാവുന്നതാണ്.